ഇടുക്കി മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടാന ശല്യം രൂക്ഷം. ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷിനാശവും ഉണ്ടാക്കുന്നു. എത്രയും വേഗം ആനകളെ കാട്ടിലേക്ക് തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദിവസങ്ങളായി അഞ്ചുനാട് മേഖലയിൽ മറയൂർ ടൗണിന് സമീപവും കാന്തല്ലൂരിലെ ശീതകാല പച്ചക്കറി കേന്ദ്രങ്ങളിലും കാട്ടാന ശല്യം അതിരൂക്ഷമാകുന്നുവെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി മറയൂർ ടൗണിന് സമീപം ബാബുനഗർ, ഇന്ദിരാനഗർ, പത്തടിപ്പാലം കോളനി എന്നിവിടങ്ങൾക്ക് പുറമെ ആദിവാസി മേഖലകളിലും ഒറ്റയാൻ ഭീതി പരത്തുകയാണ്. ജനവാസ മേഖലകളിൽ പകലും രാത്രിയും ഒറ്റയാൻ നാശമുണ്ടാക്കി. ഒപ്പം ചെറു കർഷകരുടെ വാഴകൃഷിയിടങ്ങൾ ഉൾപ്പെടെ താറുമാറാക്കുകയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അടുത്ത ദിവസവും ആന ജനവാസ മേഖലയിലെത്തുകയാണ്. വനാതിർത്തിയിൽ ഫെൻസിംഗ് സംവിധാനം ശക്തിപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ മറയൂർ ഭാഗത്തിൽ നിന്ന് ഒരു ഒറ്റയാൻ ഭയങ്കര ശല്യമാണ്. അതുകൂടാതെ കാരയൂർ ഗ്രാമം, വെട്ടുകാട് ഭാഗം, കീഴാന്തൂർ ഗ്രാമം, മറ്റേ കുളച്ചുവൽക്കുടി, കാന്തല്ലൂർ ഭാഗത്ത് 1, 2, 3 ആനകൾ സ്ഥിരമായിട്ട് തമ്പടിച്ചുകൊണ്ടിരിക്കുക. വാഴ, കവുങ്ങ്, പിന്നെ തെങ്ങ്, പിന്നെ ഈ വെളുത്തുള്ളി കൃഷിത്തോട്ടങ്ങൾ മൊത്തം നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാരായിട്ടും ഫോറസ്റ്റായിട്ടും സംയുക്തമായിട്ട് എന്തെങ്കിലും സഹകരണയോടുകൂടി ഇത് ഓടിക്കാനുള്ള മാർഗം തേടിത്തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. കാന്തല്ലൂർ മേഖലയിൽ ഒരു മാസമായി ജനവാസ മേഖലയിലും ഗ്രാൻഡീസ് തോട്ടങ്ങളിലും തമ്പടിച്ചിരിക്കുന്ന 15ലധികം കാട്ടാനക്കൂട്ടം രാത്രികാലങ്ങളിൽ ഇറങ്ങി ശീതകാല പച്ചക്കറി വിളകളും പഴവർഗ്ഗത്തോട്ടങ്ങൾ ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിക്കുകയാണ്. വനം വകുപ്പ് RRT സംഘവും പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ചേർന്ന് കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുകയാണ്. വിദ്യാർത്ഥികളും കർഷകരുമടക്കം കാട്ടാനകളുടെ അപ്രതീക്ഷിത വരവിൽ വലിയ ഭീതിയിലാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.